സ്റ്റാർ മാജിക്കിലെ സ്ഥിരം താരങ്ങളിലൊരാളായിരുന്നു ഷിയാസ് കരീം. മോഡലിംഗിലൂടെയായിരുന്നു കരിയര് തുടങ്ങിയത്. പിന്നീട് ബിഗ് ബോസിലും മത്സരിച്ചിരുന്നു. ഈ സമയത്തായിരുന്നു പ്രേക്ഷകര് ഷിയാസിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. ഫിറ്റ്നസ് പാഷനെക്കുറിച്ചൊക്കെ അന്ന് അദ്ദേഹം സംസാരിച്ചിരുന്നു. പേളിയുടെ ശ്രീനിഷിന്റെയും അടുത്ത സുഹൃത്താണ് ഷിയാസ്. ഷോയില് ഇവരെ പിന്തുണച്ച് മുന്നിലുണ്ടായിരുന്നു. ഇവരുടെ വിവാഹത്തിലും പങ്കെടുത്തിരുന്നു. അന്നത്തെ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളിപ്പോഴും തുടരുന്നുണ്ടെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു. ഷിയാസിനെക്കുറിച്ചുള്ള പീഡന വാർത്ത കഴിഞ്ഞ ദിവസം മുതല് വൻചർച്ചയായിരുന്നു. 60 വയസ്സുള്ള സ്ത്രീയാണത്. അവരെ ഞാനെന്തിന് വിവാഹവാഗ്ദാനം നൽകി പീഡിപ്പിക്കണമെന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. ആരോപണം നിഷേധിച്ചതിനു പിന്നാലെയാണ് ഷിയാസിന്റെ ഓഡിയോ മെസ്സേജുകള് പുറത്തുവന്നത്. കല്യാണത്തിനുള്ള ചെലവും അല്ലാതെയുള്ള ആവശ്യങ്ങൾക്കുമായി പണം കടം ചോദിക്കുന്നതും പ്രണയപൂർവ്വമായി സംസാരിക്കുകയുമൊക്കെ ചെയ്യുന്നതിന്റെ വോയിസ് ക്ലിപ്പായിരുന്നു പ്രചരിച്ചത്. ഇതോടെയായിരുന്നു അദ്ദേഹം കുറ്റക്കാരനാണെന്ന തരത്തിലേക്ക് ചർച്ചകള് മാറിയത്. ഞങ്ങളുടെ കയ്യില് തെളിവുകളുണ്ട്. മോനെപ്പോലെയാണ് അവനെ കാണുന്നത്. മകളുടെ സ്ഥാനത്താണ് നീ എന്നൊക്കെ പറഞ്ഞ ഇവര് ഇങ്ങനെ മാറുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നായിരുന്നു ഷിയാസിന്റെ ഭാര്യ ദർഫയുടെ പ്രതികരണം. ഷിയാസിനെക്കുറിച്ചുള്ള ആരോപണം സത്യമാണോയെന്നായിരുന്നു മാധ്യമങ്ങള് ലക്ഷ്മി നക്ഷത്രയോട് ചോദിച്ചത്. നിങ്ങളെപ്പോലെ തന്നെ ഓൺലൈൻ മീഡിയയിലും ന്യൂസ് ചാനലിലും മാത്രമേ ഞാനും ഷിയാസ് കരീമിനെക്കുറിച്ചുള്ള വാർത്തകള് കണ്ടിട്ടുള്ളൂ. നമുക്കറിയാത്ത നേരിട്ടറിയാത്ത കാര്യം വെച്ച് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റിലേക്കെത്തുക? അത് സത്യമാണോ അല്ലെങ്കിൽ നുണയാണോ എന്നത് നിങ്ങളെപ്പോലെ ന്യൂസ് ചാനലിലൂടെയായാണ് ഇതേക്കുറിച്ച് അറിഞ്ഞത്. ഇപ്പോൾ അത് പോലീസ് കേസായി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സത്യമെന്താണെന്നുള്ളത് പുറത്തുവരട്ടെ. എന്തായാലും നീതിന്യായ വകുപ്പൊക്കെയുണ്ടല്ലോ.